ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ തോരനാണ്. ചിക്കൻ്റെ ഒരുപാട് ഡിഷസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്, എന്നാൽ ചിക്കൻ കൊണ്ട് തോരൻ അധികം ആരും അങ്ങനെ ട്രൈ ചെയ്യാറില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ചിക്കൻ്റെ ആ ബോൺലെസ് പീസസ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ആ തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയിലൊക്കെ വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന മസാലക്കൂട്ടുകൾ മാത്രം മതി ഈ ഒരു ചിക്കൻ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കുമൊക്കെ ഇഷ്ടപ്പെടും. ബോണൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ നല്ല എളുപ്പമുണ്ട്. ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒരുപോലെ നല്ലതാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. എളുപ്പത്തിൽ ചിക്കൻ തോരൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഒഴിക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തെടുക്കുന്ന ഒരു ചിക്കൻ്റെ ഐറ്റം അല്ലേ, അപ്പം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക. ഞാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, 6-7 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് ഒരുപാട് ബ്രൗൺ ആവുന്ന വരെ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വഴന്ന് വന്നാൽ മതി. ഉള്ളിയൊക്കെ ചെറുതായി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊന്ന് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ അടുത്തതായി ചേർക്കുന്നത്. 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് 2 ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് ചേർക്കുക നിങ്ങൾ. ഈ 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നല്ല ഹീപ്പ് ടീസ്പൂണാണ്, നല്ല കുമിഞ്ഞ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതായത് ആ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിയ ചെറിയ ക്യൂബാക്കി കട്ട് ചെയ്തതാണ്. ഇതുണ്ട്, ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എല്ലുള്ള ചിക്കൻ ഉപയോഗിക്കാം. അതിൽ നിന്ന് എല്ലൊന്ന് ചിക്കൻ്റെ മാംസം എല്ലിൽ നിന്നൊന്ന് വിടിച്ചെടുത്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് ഉപയോഗിക്കാം. എന്നിട്ട് എല്ലൊക്കെ കൂടെ ഒന്ന് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് അതിൻ്റെ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ സൂപ്പിലോ വേറെ ഏതെങ്കിലും ഗ്രേവിയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബോൺലെസ് പീസസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ ചിക്കന്. അധികം സമയമൊന്നും ആവശ്യം വരില്ല കേട്ടോ. കാരണം നമ്മൾ ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് എല്ലൊന്നും ഇല്ല, പിന്നെ ഭയങ്കര ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട ഇത് കുക്കായി വരാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായി കുക്കായി വെള്ളമൊക്കെ നന്നായി വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് പരുന്ന പാകം വരെ ഇതൊന്ന് കുക്ക് ചെയ്യണം. ഏകദേശം ഒരു 10 മിനിറ്റാണ് നമ്മളിനി കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് കഴിയുമ്പോൾ. പിന്നെ നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കണം, അടിയിൽ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ലൊരു നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ അതുപോലെ അറിയാൻ വേണ്ടി ഒരു പീസ് എടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ പീസസ് ആണല്ലോ, പെട്ടെന്ന് വേഗം ഇത്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. 1 മുറി തേങ്ങയാണ്, അല്ലെങ്കിൽ ഒരു 2 കൈപ്പിടി നിറയെ തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട്. തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. വേണമെങ്കിൽ കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. തേങ്ങ ഇത്രയൊക്കെ ഉള്ളപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ നന്നായി കടിക്കാൻ കിട്ടുക നമുക്ക്. അപ്പോൾ ഏകദേശം 1 മുറി തേങ്ങ ഞാൻ ചെറുകിയത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് അടുത്തതായി ചേർക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് നിങ്ങൾ ബാലൻസ് ചെയ്ത് ചേർക്കുക. ഇപ്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും പച്ചമുളകും എല്ലാം നമ്മൾ കുറേശ്ശെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടുക. കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുക. ആ തേങ്ങയുടെ ഇതൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക ഈ സമയത്ത്. ഇനി ഈ തേങ്ങ എല്ലാം നന്നായിട്ടൊന്ന് കോട്ടായി ആ ചിക്കനിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ.
കണ്ടില്ലേ, ഇപ്പം അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതുപോലെ ആ തേങ്ങയെല്ലാം നല്ല മസാലയും എല്ലാം കൂടെ നല്ല മിക്സായി ചിക്കനിലേക്കൊക്കെ നന്നായി കോട്ടായിട്ടുണ്ട്. ചിക്കൻ്റെ ആ പീസസ് ഒന്നും പൊടിഞ്ഞു പോകുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്, കാണാനും നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, അധികം ഓവർ ഫ്ലേവേർഡ് ആയിട്ടുള്ള മസാല ഒന്നുമില്ല, ഒരു മൈൽഡ് മസാലയിൽ പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ തോരനാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ ചിലപ്പോൾ ചിക്കൻ വാങ്ങുമ്പോൾ ആ ഒരുപാട് മാംസമായിട്ടുള്ള ഭാഗത്ത് ആ ഒരു പീസസ് കഴിക്കാൻ ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അത് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇറക്കാറായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത തവണ ചിക്കൻ വാങ്ങുമ്പോൾ എന്തായാലും ഇതുപോലെ ഒരു ചിക്കൻ തോരൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് എന്തായാലും ആ ടേസ്റ്റും ഫ്ലേവറും എല്ലാം ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, വലിയ മുഷ്ടിലൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഉണ്ടാവും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.